അതായത് ആ ഒരു കോൺസെപ്റ്റിനോട് എനിക്ക് ഇവിടെ താല്പര്യമില്ല. അതായത് നമ്മൾ ഈ കൂട്ടിലിട്ടിട്ട് ചെയ്യുന്ന, നമ്മളൊരു പെറ്റിനെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിനൊരു ലൈഫ് സ്റ്റൈൽ കൊടുക്കണമല്ലോ. ഇപ്പോൾ ഒരു ഡോഗിനെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിനെ നടത്തണം, ഓടിക്കണം, അതൊരു സൈഡാണ്. ഇതിനുള്ളിൽ കുറെ കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട്. അവർ ചിന്തിക്കുന്ന രീതി മനസ്സിലാവും, അവർക്ക് എന്താ വേണ്ടതെന്ന് മനസ്സിലാക്കാം, ഇഷ്ടമുള്ള ഭക്ഷണം മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതുപോലെ പൂച്ചയാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരുന്നു. നമ്മളൊന്നും മെയിൻറ്റെയിൻ ചെയ്യേണ്ട, ആ ജെല്ല് തുറന്നു കൊടുത്താൽ മതി, അത് അതിൽ ചാടി പോയിട്ട് എപ്പോഴേലും പോകും, എപ്പോഴേലും തിരിച്ച് കയറി വരും. പക്ഷെ ഡോഗ്സ് അത് ഓപ്പോസിറ്റ്. അത് നമ്മൾ ഈ ഒരു കോൺസെപ്റ്റ്, കൂട്ടിലിടുന്ന ഒരു കോൺസെപ്റ്റ് എനിക്ക് ഇഷ്ടമല്ല. ഒത്തിരി പേര് ഡോഗിനെ വാങ്ങിയിട്ട് നോക്കാൻ പറ്റുമെങ്കിൽ മാത്രം ഡോഗിനെ വാങ്ങാം, അല്ലെങ്കിൽ വാങ്ങരുതെന്ന് ഒരുപാട് പേര് പറയും. ഒരു സമയം വരെ നോക്കി പിന്നെ അവരെ ഈ തെരുവിലേക്ക് വിടുന്ന ഒരു സാഹചര്യമൊക്കെ വരാറുണ്ടല്ലോ. അവിടെ ഉണ്ടതുപോലെ ഷെൽട്ടേഴ്സ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഇനിയും എൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഷെൽട്ടറിൽ നിന്ന് എടുക്കാനായിരുന്നു പ്ലാൻ. ഈ ഷെൽട്ടറിൽ നിന്ന് എടുത്താലുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഞാനൊരു ഒരു പട്ടിക്കുഞ്ഞിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതിപ്പോൾ റോളക്സിനെ കടിക്കരുത്, ലിയോയെ കടിക്കരുത് എന്ന് എനിക്ക് പഠിപ്പിക്കാൻ പറ്റും. പക്ഷെ ഷെൽട്ടറിൽ നിന്ന് ഇപ്പോൾ നമ്മളൊരു ഡോഗിനെ എടുത്തു കഴിഞ്ഞാൽ, 3 വയസ്സുള്ളൊരു ഡോഗ് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പം റിയാക്റ്റീവ് ആയിരിക്കും, ഈ അടി ഉണ്ടാകും. അതൊക്കെ ഭയങ്കര പ്രശ്നമാണ്. ഈ ഒരു അടി ഉണ്ടാകുമ്പം പിടിച്ചു മാറ്റാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഷെൽട്ടറിൽ നിന്ന് നമ്മൾ എടുക്കാത്തത്. അല്ലെങ്കിൽ ഷെൽട്ടറിൽ ഞാൻ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. നമുക്ക് ഇൻഡിവിജ്വലായിട്ട് ഒരെണ്ണം മതി ഷെൽട്ടറിൽ നിന്ന് നോക്കിയാൽ. നമുക്ക് ഒരെണ്ണം പോരാത്തതുകൊണ്ട് നമ്മൾ ചെറുതിനെ കുഞ്ഞിലെ എടുത്ത് കൊണ്ടുവരും. ഈ ഡോഗിനെ ഇപ്പൊ ഇങ്ങനെ ഭയങ്കര ദേഷ്യം വരുമ്പോ തല്ലോ വഴക്കു പറയോ? ഇല്ലില്ല, അങ്ങനത്തെ ഒരിക്കലും അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ചൂടാവും, ഒബ്വിയസ്ലി ചൂടാവും, മനസ്സിലാവും. ചൂടാവാനും പാടില്ലെന്ന്. കാരണം അവർക്ക് നമ്മളോടുള്ള ഒരു പേടി ആവാൻ പാടില്ല, ഇഷ്ടം കൊണ്ട് അനുസരിക്കണം. ഇപ്പൊ കമാൻഡ് ഒക്കെ ചെയ്ത റോളക്സിന്റെ കുറെ വീഡിയോസിലൊക്കെ ഉണ്ട്, ഹൈലി ട്രെയിൻഡാ, പുള്ളിക്ക് ലീഷൊന്നും ആവശ്യമില്ല. ഏത് ഡോഗ് വന്നാലും പോയാലും അഗ്രസീവായിട്ട് ഇങ്ങോട്ട് കടിക്കാൻ വന്നാലും ഞാൻ പറയാണ്ട് എൻ്റെ കാലിൻ്റെ ചൂട്ടിൽ നിന്ന് മാറത്തില്ല. ലൈക്ക് ഹൈലി ട്രെയിൻഡ്. 2 ലിയോയും ട്രെയിൻഡാ. പക്ഷെ ലിയോ ഒരു ഇച്ചിരി ഒന്ന് പുറത്തോട്ട് മാറണം എന്നൊരു ആഗ്രഹമുള്ളവരാണ്. റോളക്സ് ഈസ് ഹൈലി ട്രെയിൻഡ്. അപ്പൊ അങ്ങനെ കീപ്പ് ചെയ്യുമ്പോൾ ഒരു ധൈര്യമില്ലേ നിങ്ങൾ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫീല്? ചുറ്റും എന്നെ ഒരാളും തൊടില്ല, ഇവരുണ്ട് എനിക്ക് എന്ന രീതിയിലൊരു ധൈര്യം ഉണ്ടല്ലോ, അത് ഫീൽ ചെയ്യാറുണ്ടോ? ഈ 3 എണ്ണം ഉണ്ട്. അത് 2-3 രീതിയുണ്ട്. അത് കിടക്കാൻ നേരത്ത് ഒരു രീതിയാണ്. കാരണം 3 പേര് 3 പൊസിഷനിലാണ്. അതായത് റോളക്സ് കിടക്കുന്നത് എൻ്റെ കാലിൻ്റെ അവിടെയാ, അത് ഡോറിനോട് ഫേസ് ചെയ്തിട്ടാ. ലിയോ കിടക്കുന്നത് കാലിൻ്റെ ഈ റൈറ്റ് സൈഡിൽ, എൻ്റെ കാലിൻ്റെ തൈസിൽ അവർക്ക് തല വെക്കാറ്. അതൊരു പ്രൊട്ടക്റ്റീവ് മോഡാ. അത് രാത്രി ഞാൻ ഉറങ്ങുമ്പോൾ ഓക്കെയാണ്. ചെറുതിന് പിന്നെ കണക്കാ, തലയുടെ അവിടെ കിടക്കും, ഇപ്പുറത്തും കിടക്കും, മാറി 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 മറിഞ്ഞൊക്കെ കിടക്കും. അവനായി വരുന്നേ ഉള്ളൂ ഒരു ഗാർഡിങ് എന്താന്നുള്ളത്. തൊടത്തില്ല. അതിൽ നമ്മൾ ഈ വണ്ടികളൊക്കെ സേഫ് ആക്കി വെക്കണമെങ്കിൽ നമ്മുടെ ഒരു പ്രോപ്പർട്ടിക്കുള്ളിൽ കയറുമ്പോൾ ഈ ചെയ്യില്ല, അത് ചെയ്യാൻ പറ്റത്തില്ല. നമ്മളിപ്പോ പറയാതെ കടിക്കത്തില്ല ആര് കയറി വന്നാലും. സ്റ്റിൽ എനിക്ക് ധൈര്യമാണ്. അതെ അതെ. ആ ധൈര്യത്തിന് പുറത്ത് ഇപ്പൊ ഡോഗിനെ കൊണ്ട് ട്രാവൽ ചെയ്യാന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അത് എത്രത്തോളം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്? കാരണം അവർക്ക് വേണ്ടിയിട്ട് നല്ല ബുദ്ധിമുട്ടായിരുന്നു. വണ്ടി ആദ്യം ഞാൻ സോർട്ട് ചെയ്തു. ഞാൻ വണ്ടികൾ എനിക്ക് ഇഷ്ടമാണ്, കുറച്ച് കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഒരു സൈഡിൽ ചെയ്തു. അപ്പൊ ഇവർക്ക് ട്രാവൽ ചെയ്യാൻ മാത്രം ഒരു വണ്ടിയില്ല. അങ്ങനെയാണ് ഞാനൊരു പാട്രോൾ വാങ്ങുന്നത്, ഒരു നിസാൻ്റെ ഒരു വണ്ടി. അത് വാങ്ങിച്ച് ഞങ്ങളത് സെറ്റപ്പ് ചെയ്ത് ഇവർക്ക് വേണ്ടി സെറ്റപ്പ് ചെയ്തു. എന്നിട്ട് ഞങ്ങളത് ഒന്ന് റീസ്റ്റോർ ചെയ്യാൻ വേണ്ടി കയറ്റി. അതിൽ റീസ്റ്റോറേഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ എഞ്ചിൻ ഓയിൽ മാറ്റാൻ കൊണ്ടുപോയ വണ്ടി ഇപ്പോൾ ഞങ്ങൾ ഫുള്ളി സ്ട്രിപ്പ് ഔട്ട് ചെയ്ത് റീസ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ വണ്ടിയില്ല. അപ്പോൾ ഞാൻ പെട്ടെന്നൊരു വാൻ വാങ്ങിച്ചു, ഒരു മഞ്ഞ വോക്സ് വാഗൻ, അതൊരു എല്ലാവരും ഒരു ബക്കറ്റ് ലിസ്റ്റ് വണ്ടിയാണ്. അപ്പോൾ ഞാൻ ഒരു റെന്റിന് ചോദിച്ചതാണ്. ഞാൻ ഒരു ട്രിപ്പ് പോകാൻ വേണ്ടി ഒരു ടീമിനോട് റെന്റ് ചോദിച്ചു. അവരെന്തുവാ ഇൻഷുറൻസോ സംതിങ് അവർക്ക് തരാൻ പറ്റത്തില്ല, അങ്ങനത്തെ ഒരു പ്രശ്നം വന്നു. ദൂരം പോകാൻ പറ്റത്തില്ല, അതായിരുന്നു പ്രശ്നമായ. അത്ര ദൂരം ട്രാവൽ ചെയ്യിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ റെന്റ് വേണ്ട, നമുക്ക് വാങ്ങാം. നേരെ പോയി. അപ്പം കിട്ടണമായിരുന്നു എനിക്ക്. പക്ഷെ ആ വണ്ടി ഞാൻ 3 വട്ടം ഉപയോഗിച്ചുള്ളൂ. ഇല്ലില്ല, അത് വീട്ടിൽ കിടപ്പുണ്ട്. പക്ഷെ കെയർ ചെയ്യും, വണ്ടി നല്ലതായിട്ട് കെയർ ചെയ്യുന്നുണ്ട്. പക്ഷെ ഞങ്ങളൊരു 2 ട്രിപ്പ് അതിൽ പോയി. അത് നല്ല രസമാണ്. ബെഡൊക്കെ വിരിച്ച് അവർക്ക് കംഫർട്ടബിളാണ്. അവർക്ക് കംഫർട്ടബിൾ കാര്യമില്ല. അപ്പോഴും റോളക്സിന്റെ ലെഫ്റ്റ് സൈഡിൽ അവൻ വന്നിങ്ങനെ തല പൊക്കിങ്ങനെ നിൽക്കത്തേ ഉള്ളൂ, അവൻ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കത്തില്ല. പക്ഷെ പാട്രോൾ ആയിരുന്നെങ്കിൽ ബാക്കിൽ സെറ്റപ്പ് ചെയ്ത് കൊടുത്താൽ അവിടെ ഇരുന്ന് സമാധാനത്തോടെ ഇരുന്നോളൂ. ഇതെന്ന് പറഞ്ഞാൽ വണ്ടി പെട്ടെന്ന് നമ്മളൊന്നും ബ്രേക്ക് പിടിച്ച് കഴിഞ്ഞാൽ വാനിൽ നിന്ന് ഇവന്മാരെല്ലാം കൂടെ ഫ്രണ്ടിലോട്ട് വരുമ്പോൾ അപ്പോൾ നമുക്ക് ബ്രേക്കിങ്ങിന് ഒരു പാറ്റേൺ ഉണ്ട്, വളരെ സ്ലോ ആക്കി കാമാക്കി ചെയ്യുന്ന ഒരു രീതി. ഇവന്മാരെ കൊണ്ട് എത്ര സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്, ട്രാവൽ ചെയ്തിട്ടുണ്ട്? ഒരുവിധപ്പെട്ട എല്ലായിടത്തും പോയിട്ടുണ്ട്. യൂറോപ്പിൽ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. കാരണം ഇവര് ബാൻഡാ 2 പേര്. ലിയാപ്പിയൊക്കെ എന്തിനാ ജർമ്മനി ബാൻ ചെയ്തത് എനിക്ക് അറിയത്തില്ല. ലിയാപ്പിയുടെ ബ്രീഡ് ജർമ്മനിൽ ബാൻഡ്. അവൻ പിറ്റ്ബുളിന്റെ ഒരു വിഭാഗമാണ്. പിറ്റ്ബുൾ അല്ല ശരിക്കും, അത് സ്റ്റാഫി എന്ന് പറഞ്ഞ സ്റ്റാഫോഷയർ ബുൾ ടെറിയർ എന്നാ. അപ്പൊ ഈ ബുള്ളി ബ്രീഡ് ആയതുകൊണ്ട് ചില സ്ഥലത്തൊക്കെ ബാൻഡാ. UK ബാനൊന്നുമില്ല, ജർമ്മനിയിലൊക്കെ ബാൻഡാ. അപ്പൊ നമുക്ക്
ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ ഓരോ രാജ്യത്ത് പോകുമ്പോൾ ഓരോരുത്തന്മാർ ബാൻഡായിരിക്കും. അപ്പോൾ എവിടെ അങ്ങനെ എല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റത്തില്ല. പക്ഷെ ഞാൻ ഒരുമിച്ച് അല്ലാണ്ട് കൊണ്ടുപോകത്തില്ല. സിംഗിൾ പാക്കേജാണ്. കൊണ്ടുവന്നു ഒരുമിച്ച്, അല്ലെങ്കിൽ കൊണ്ടുപോകുന്നില്ല, ഞാൻ വീട്ടിൽ ഇരുന്നോളാം, അത്രേ ഉള്ളൂ. ഞങ്ങൾ UK എല്ലാം ട്രാവൽ ചെയ്തിട്ടുണ്ട്. അവർക്ക് ട്രാവൽ ചെയ്യാൻ ശരിക്കും ഇഷ്ടമാണോ? അതിൽ മടിയന്മാരൊക്കെ ഉണ്ടാവില്ലേ? അവർക്ക് ഒരു മടിയില്ല. ആകെ മടിയുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ ഇരിക്കാനേ മടിയുള്ളൂ. ആ ഒരു സമയത്ത് മാത്രമേ മടിയുള്ളൂ. അല്ലാണ്ട് അവർക്ക് ട്രാവൽ ചെയ്യണം എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ ചാടി ഇറങ്ങും. റോളക്സ് ഒക്കെ എൻജോയ് ചെയ്യുന്നുണ്ടല്ലേ, തലയെല്ലാം പുറത്തിട്ട് അവന്റെ ചെറിയെല്ലാം കൂടി ഇങ്ങനെ ആടും, ചെവിയെല്ലാം കൂടെ ആടി അവർക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യും. ലിയോയ്ക്ക് ഫ്രണ്ട് ഇരിക്കണം, റോളക്സിന് ബാക്കി ഇരിക്കണം. കാറിലെ BM ആണെങ്കിൽ അങ്ങനെ പോകത്തുള്ളൂ. ഭീകരൻ ഇതുവരെ എവിടെ ഇരിക്കണം തീരുമാനിച്ചിട്ടില്ല, ഫിക്സ് ആക്കിയിട്ടില്ല. ശരിക്കും എത്ര കാറുകളുണ്ട്? ഇനി ഒത്തിരി കാർ കളക്ഷൻസ് വണ്ടികൾ ഉണ്ടെന്ന് അറിയാം. ഡോഗ് അല്ലാതെ വണ്ടികളാണ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ നോക്കി കഴിഞ്ഞാൽ വീഡിയോസ് ഏറ്റവും കൂടുതൽ കാണുന്നത്. ഈ വണ്ടി പ്രാന്തും അതുപോലെ ഇഷ്ടമുള്ള പരിപാടിയാണോ? വണ്ടി എല്ലാ ആണുങ്ങൾക്കും പറഞ്ഞിട്ടുള്ള സംഭവമാണ്. ആണുങ്ങൾക്ക് നല്ല എല്ലാവർക്കും വണ്ടി ഇഷ്ടമാണ്. വണ്ടി ഇഷ്ടമാണോ? എനിക്ക് വണ്ടി ഇഷ്ടം. എന്നാലും ഓക്കെ, എല്ലാവർക്കും ഇഷ്ടമുള്ള സംഭവമല്ലേ വണ്ടി. എനിക്ക് പിന്നെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ എനിക്ക് വിന്റേജിനോടാണ് താല്പര്യം. അപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ കാണിക്കാത്ത ഒരുപാട് വണ്ടികളുണ്ട്. അത് അത് അതാ ഞാൻ പറഞ്ഞു, ഇൻസ്റ്റാഗ്രാമിൽ കാണിക്കാത്തെന്ന് പറയുമ്പോൾ നമുക്ക് പുറത്ത് കാണിക്കാൻ പറ്റും. ഇപ്പൊ ഞങ്ങൾക്കൊരു 67 മസ്റ്റാങ് ഉണ്ട്, 1967 40s പോഷൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതെന്താ കാണിച്ചുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ചിലത് നമ്മൾ വിൽക്കാൻ വേണ്ടി വാങ്ങുന്നതാണ്. അതായത് കളക്റ്റബിൾസ് ആണെങ്കിലും അപ്പം നമ്മളിത് നമ്മുടെ വണ്ടിയാണെന്ന് പറഞ്ഞ് കാണിക്കേണ്ട കാര്യമില്ല. കാരണം ഒരു 4 ദിവസം കഴിയുമ്പോൾ അത് വിൽക്കും, എന്നിട്ട് അതേപോലെ വേറെ വണ്ടി എടുക്കുമായിരിക്കും. അപ്പൊ കളക്റ്റബിൾസ് ഒക്കെ അങ്ങനെ ചെയ്യുന്നത്. പക്ഷെ എനിക്ക് അപ്പോഴും കൂടുതൽ താല്പര്യം പഴയ വണ്ടികളോടാണ്. പിന്നെ ബിൽഡ് ചെയ്യാൻ ഇഷ്ടമാണ്. ഞങ്ങൾ യൂണിറ്റ് ഒക്കെ ബിൽഡ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ UK മലയാളീസിന് വേണ്ടി മാത്രം ഞാനൊരു കമ്മ്യൂണിറ്റി ഒക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഒരു 6 മാസം 7 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് റെഡി ആവും. കാരണം ഞങ്ങളുടെ തന്നെ ഒരു ഗാരേജ് യൂണിറ്റ് സെറ്റപ്പ് ചെയ്ത് ആർക്ക് വേണമെങ്കിലും വണ്ടി ഒന്ന് പണിയാം അവിടെ. ഇപ്പം താല്പര്യമുള്ള ഒരാളുണ്ട്, അവർക്ക് ടൂൾസ് ഉണ്ടെങ്കിൽ ദേ കൻ കം ഓവർ. നമ്മുടെ റാമ്പ് ഉണ്ടാവും, ആൾക്കാരുണ്ടാവും, പറഞ്ഞു കൊടുക്കാൻ ആൾക്കാരുണ്ടാവും. ഫ്രീ ആയിട്ട് ഒന്ന് വണ്ടി ബിൽഡ് ചെയ്യാം. പ്രൊജക്ട് കാർ എന്ന് വെച്ചാൽ ബ്രാൻഡ് ന്യൂ വണ്ടി വാങ്ങിച്ചു കൊണ്ടിട്ട് അപ്ഗ്രേഡ് ചെയ്യുമെന്ന് പറയരുത്. പ്രൊജക്റ്റ് ആയിട്ടൊരു വണ്ടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് ബിൽഡ് ചെയ്യാം. അതാണ് ഞങ്ങളുടെ ഒരു അൾട്ടിമേറ്റ് ഡ്രീം. വണ്ടിയുടെ സൈഡിൽ എനിക്ക് UK അത് കിട്ടിയാൽ മതി. ബാക്കിയെല്ലാം ഞാൻ പറഞ്ഞില്ലേ, ബാക്കി കമ്പനീസ് ഒക്കെ ഓട്ടോമേറ്റഡ് ആയിട്ട് പോക്കോളും. ഇതാണ് നമ്മുടെ ഒരു താല്പര്യം. എത്ര വണ്ടികളുണ്ട് കൗണ്ട് ചെയ്ത് പറയുകയാണെങ്കിൽ? കയ്യിൽ ഇപ്പൊ എത്ര വണ്ടികളുണ്ട്? പറയാത്തത് കയ്യിൽ എണ്ണാൻ പറ്റാത്ത വണ്ടിയുണ്ട്. പല ആൺകുട്ടികളുടെ ഡ്രീമാണത് അല്ലേ? അത് അച്ചീവ് ചെയ്യാൻ എത്ര സമയം എടുക്കും? അത് ഈസിയാ. അത് നമ്മളൊരു അതാ പറഞ്ഞ ഒരു ടാർഗറ്റ് വേണം. ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്ത്, ഇപ്പൊ അവിടെ വണ്ടിക്കൊന്നും വലിയ വിലയില്ല. ഇപ്പൊ നമ്മൾ ഈ പറയുന്ന വണ്ടി എന്നൊക്കെ പറഞ്ഞ ഇവിടത്തെക്കാട്ടും ഭയങ്കര ചീപ്പാ. വണ്ടികളൊക്കെ വളരെ ചീപ്പാ. അത് ഏത് ലെവൽ ഓഫ് ചീപ്നെസ് എന്ന് പറഞ്ഞ് വിചാരിച്ചിരിക്കും. നല്ല വണ്ടി വേണമെങ്കിൽ നല്ല വിലയുണ്ട്. എന്നാലും ഒരു 20,000 താഴെ. അങ്ങനെ പറയാനാണെങ്കിൽ ഇവിടെ ഒരു LC എടുക്കണമെങ്കിൽ, ഇപ്പൊ ലാൻഡ് ക്രൂസർ ഒരെണ്ണം വേണമെങ്കിൽ ഇവിടത്തെ 1 കോടിക്ക് അടുത്ത് കൊടുക്കണ്ടേ. അവിടെ നമുക്ക് 10 ലക്ഷം 12 ലക്ഷം 15 ലക്ഷം 20 ആ റേഞ്ച് കിട്ടും. അത് ഒരു പഴയത് തൊട്ട് പുതിയത് വരെ 8,000-ലൊക്കെ തുടങ്ങും. എനിക്ക് ഈ ഓഫ് റോഡിങ് ക്ലബ്ബ് അതിലൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ ഇഷ്ടംപോലെ വണ്ടികളുണ്ട് ഇങ്ങനെ കൊടുക്കാനുള്ളത്. വണ്ടി വളരെ ചീപ്പാണ്. അതുകൊണ്ടല്ലേ അത്രയും വണ്ടിയൊക്കെ വെറുതെ എടുത്തിരിക്കും. അല്ലെങ്കിൽ ആർക്കെങ്കിലും വണ്ടിയൊക്കെ വാങ്ങിയിടാൻ പറ്റുമോ? അങ്ങനൊന്നുമില്ല. വണ്ടിയൊക്കെ അവിടെ ചീപ്പാ. ബിൽഡ് ചെയ്യാനായി ബുദ്ധിമുട്ട്. ഇപ്പൊ പെട്രോൾ വാങ്ങിച്ച ഭയങ്കര നിസ്സാര പൈസക്കാ. 14,000-15,000 പൗണ്ടിനാണ് പെട്രോൾ വാങ്ങിച്ചത്. പക്ഷെ പെട്രോൾ പണിയാൻ അതിനൊരു 5 ഇരട്ടി മുടക്കണം. കാരണം സ്ട്രിപ്പ് ചെയ്ത് മുടക്കി. അപ്പം റീസ്റ്റോറേഷൻ ആണ് ഉദ്ദേശമെങ്കിൽ അത് ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും. അല്ലെങ്കിൽ സാധാ ഒരു വണ്ടി ഓടിച്ച് നടന്നാൽ മതിയെങ്കിൽ ഡെഫിനറ്റ്ലി നോ പ്രോബ്ലം. എല്ലാവർക്കും വണ്ടി അഫോർഡബിൾ ആണ്. ഈ ലുക്കിനെ പറ്റി ആളുകൾ പറയാറുണ്ട്, ഈ ഒരു ഹെയർ സ്റ്റൈല്, ഐബ്രോ. ഇല്ല, ഇതെന്ന് പറയുന്നത് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അലോപേഷ്യ വന്നതാണ്. അന്നത്തെ സമയത്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നമ്മൾ സ്കൂളിലൊക്കെ വിഗ് വെച്ച് പോവുക, ആരെങ്കിലും തൊടുവോ, ഇനി എങ്ങനെ എടുത്ത് കളയുമോ, ഒരു പേടി, അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ്. ഇതെല്ലാം കഴിഞ്ഞ് അവിടെ എത്തിയപ്പം അതൊരു ഡിഫറെൻറ്റ് മെൻറ്റാലിറ്റി. നമ്മൾ ആൾക്കാർ നോക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ. അത് അന്ന് നമ്മൾ ചെറുതായിരുന്ന സമയത്ത് ഭയങ്കരമായിട്ട് നമ്മൾ അഫക്റ്റ് ചെയ്യും. ഓക്കെ, ഇറ്റ്സ് സ്ട്രെസ്ഫുൾ, പീപ്പിൾ ആർ ലുക്കിംഗ് അറ്റ് മീ ലൈക്ക് എന്ത് വിചാരിക്കുന്നു, ഇവിടെ ശരിയായില്ലേ, ഇവിടെ ശരിയായില്ലേ, അങ്ങനെയൊക്കെ നമ്മൾ നോക്കി വെച്ച് നേരെ UK പോയപ്പോൾ ഇതൊന്നും ഓടില്ല. നേരെ വിഗ് എടുത്ത് തൂട്ടിക്കളഞ്ഞ് സ്റ്റാർട്ട് ലിവിങ് ലൈക്ക് ദിസ്. അത് കാമൻ ചില്ലാണ്. ഇപ്പൊ പിന്നെ നാട്ടിലെ കോൺസെപ്റ്റ് ഒക്കെ ഒരുപാട് മാറി. ഇതായാലും പീപ്പിൾ, നമ്മുടെ ജനറേഷൻ വന്നു, ലൈക്ക് പീപ്പിൾ ആർ സോ കൂൾ, ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ, അങ്ങനെയാണെങ്കിൽ അങ്ങനെ. നല്ലൊരു കോൺസെപ്റ്റാണ്. ഇത്ര ചെറുപ്പത്തിൽ ഇങ്ങനെ അസുഖം വരുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ കുറച്ച് ആ സമയത്ത് ഇത്ര ബോൾഡ് ആവണമെന്നില്ലല്ലോ. എങ്ങനെ അൻവിന് അതിനെ കണ്ടതും? അതിന് ഞാൻ ഒട്ടും ബോൾഡല്ലായിരുന്നു. നമുക്ക് വിഷമമാകത്തില്ല, നമ്മുടെ ചെറിയ പ്രായമല്ലേ. അതായത് അന്നൊക്കെ നമുക്ക് പ്രേമിച്ചു കിടക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാലമാണല്ലോ. ഏതെങ്കിലും പെണ്ണ് വളയോ ഇങ്ങനെയൊക്കെ നടന്നു കഴിഞ്ഞാൽ ഇല്ല, നമുക്ക് എല്ലാവർക്കും ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, നല്ലത് വേണം എന്നുള്ളത്. അതാ പെൺപിള്ളേരെ ആ ഒരു കോൺസെപ്റ്റ് നോക്കുമ്പോൾ നല്ലതല്ല ഞാൻ. അപ്പോൾ ആ ഒരു സമയമൊക്കെ നമ്മൾ ബാഡായിരുന്നു. ഒരു ബാഡ് സിറ്റുവേഷൻ. ആൾക്കാരെന്ത് വിചാരിക്കും, കളിയാക്കുമോ,
ഇനി തമാശക്ക് നമ്മൾ ബുള്ളി ചെയ്യുമ്പോൾ, അതായത് ഇപ്പം ഒരാൾ വന്നിട്ട് വിഗ് വലിച്ചൂരി കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവർക്കത് ചിരിക്കാനൊരു സംഭവമായിരിക്കും, പക്ഷെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്ക് ഒരു ട്രോമ അടിക്കാം. എനിക്കും അങ്ങനത്തെ കൂട്ടുകാരൊന്നുമില്ല, എല്ലാവരും വാസ് വെരി കൂൾ, ചില്ലാണ്, നല്ല സപ്പോർട്ട് ചെയ്ത ഫ്രണ്ട്സ് ഒക്കെ തന്നെ ഉള്ളൂ. അങ്ങനെ ബാഡായിട്ട് പറയാൻ ഒരു സിറ്റുവേഷനും ഇല്ല സ്കൂളിലൊന്നും. പക്ഷേ ഇവിടുത്തെ ഒരു സെറ്റപ്പ് അങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ പിന്നെ അവിടെ ഈ ഒരു ലുക്കിൽ നടക്കുന്നതാണ് രസം. കുറെ പേര് ഇപ്പോൾ ഈ ഫേമസ് ആയി കഴിഞ്ഞപ്പോൾ കുറെ ഡോക്ടേഴ്സ് ഒക്കെ മെസ്സേജ് അയച്ചു, ലൈക്ക് വി കൻ സോർട്ട് ഇറ്റ് ഔട്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞു യു ഡോണ്ട് ഹാവ് ടു, ലൈക്ക് ഐ എം കംഫർട്ടബിൾ ദിസ് വേ, നമുക്ക് ഇങ്ങനെ പോയാൽ മതി. ഇനിയിപ്പം മുടി ഉണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഞാൻ ഡിഫറെൻ്റ് ആളായി, ഇനിയിപ്പോൾ അടുത്തോട്ട് നിങ്ങൾ വേറെ ഇന്റർവ്യൂ എന്നെ കൊണ്ടിരുത്തിട്ട് വരും അൻവിൻ വേർഷൻ 2 എന്ന് പറഞ്ഞിട്ട്. അതിനേക്കാളും നല്ലത് ഇങ്ങനെ നടക്കുന്നതാണ്. സംഭവം വില്ലൻ ലുക്കാണ്. ഇനി വല്ല സിനിമയിൽ ഓപ്പർച്യൂണിറ്റി കിട്ടിയാലോ വില്ലനായിട്ട്. കമന്റ്സിൽ ഞങ്ങളതൊക്കെ ചർച്ച ചെയ്തിട്ടോ, മാസ് വില്ലൻ ലുക്ക് എന്നൊക്കെ. നമുക്ക് ഞാൻ നല്ല വില്ലൻ ലുക്ക് ആവാൻ വേണമെങ്കിൽ, പിന്നെ എന്റെ സ്വഭാവം അങ്ങനെയൊക്കെ തന്നെയാ, പാവൊന്നുമല്ല കേട്ടോ. പാവല്ലേ, നേരത്തെ പറഞ്ഞ തിരിച്ചെടുക്കേണ്ടി വരും. പക്ഷെ ഇതൊരു കുറച്ച് വെറൈറ്റി ലുക്കാണ്, ആളുകളെ പെട്ടെന്ന് ശ്രദ്ധിക്കുന്ന. അതൊരു ഇതാ, എവിടെ പോയാലും നമുക്ക് ഡയലോഗ് അടിക്കും, വെട്ടം അടിക്കുന്നുള്ളൂ തന്നെ മുഖത്ത്, മൈ ഹെഡ് ഈസ് ബ്രൈറ്റർ ദാൻ യുവർ ഫ്യൂച്ചർ എന്നൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ നമുക്ക് ഏത് രീതിയിലുള്ള അതിനെ ചെയ്യാൻ പറ്റുന്ന ഒരു രസമാണ്. പക്ഷെ ആൾക്കാർക്ക് മനസ്സിലാവും പെട്ടെന്ന്. എന്നെ കണ്ട ഒരാൾ കണ്ടാൽ മറക്കത്തില്ല, അത് ബിസിനസ്സിൽ നല്ലതാ. അതായത് ഐ ഹാവ് സീൻ യു സംവെയർ, അത് ആ സംവെയർ അവിടെയായിരുന്നു എന്ന് പറഞ്ഞ് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്യാമല്ലോ. അപ്പം അത് ലുക്സ് വെച്ചിട്ട് നല്ല അഡ്വാൻറ്റേജ് ഉണ്ട്. അന്ന് നമ്മുടെ ചെറുപ്പത്തിൽ വിഷമിച്ചെങ്കിൽ അതൊരു ബ്ലെസ്സിങ് ആയത് ഇപ്പോഴാണ്. കാരണം ആരും മറക്കില്ല എന്നെ, നിങ്ങൾ കണ്ടാൽ ആരും കാണാൻ എന്നെ മറക്കത്തില്ല. അത് എങ്ങനെ മറക്കാല്ല, കാരണം ഒക്കെ ഈസിയാണ്, വളരെ ഈസിയാണ്. എല്ലാവർക്കും നമ്മളൊരു ക്രൗഡിൽ നോക്കുമ്പോൾ എല്ലാവർക്കും മുടി ഉണ്ടാവും, മുടിയില്ലാത്ത ഒറ്റ മനുഷ്യനായിരിക്കും, അത് ഞാനായിരിക്കും. ഈ കോൺഫിഡന്റ് ആണ് എനിക്ക് അൻവിനെ മുന്നോട്ട് കൊണ്ടുവന്ന് തോന്നുന്നു. അൻവിൻ ചെയ്യുന്ന കാര്യത്തിൽ ഓൾറെഡി ഒരു പ്ലാനിങ് ഉണ്ട്, അല്ലെങ്കിൽ വീണ്ടെടുത്ത് വീണ്ടും തുടങ്ങാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ട്. അത് ഞങ്ങളെയും പ്രചോദനം ഞങ്ങൾക്ക് തരുന്നുണ്ട്. ഞങ്ങൾക്ക് ഈ പറയുന്ന പോലെ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ കിട്ടുന്നുണ്ട്. അതാണ് ഈ ഇന്റർവ്യൂ കാണുന്ന എനിക്ക് തോന്നുന്ന ആളുകൾക്കും കിട്ടുന്ന ഒരു മോട്ടിവേഷൻ. ഡെഫിനറ്റ്ലി നമ്മൾ ചെയ്യണം. ഇത് നമ്മൾ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല. വെറുതെ ഈ ഇൻസ്റ്റാഗ്രാം റീൽസ്, ഇപ്പം ഞാനിടുന്ന റീൽസ് ആയാൽ പോലും വെറുതെ കണ്ടുകൊണ്ടിരിക്കേണ്ട. അതിൽ നിന്ന് കണ്ടിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, പക്ഷേ ഇത് ഞാൻ പറഞ്ഞു, ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്ന എല്ലാവർക്കും നമുക്ക് മറുപടി കൊടുക്കാൻ പറ്റത്തില്ല. അത് സ്റ്റാക്ക് പൈൽ ബൈ പൈൽ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുക. അപ്പം എല്ലാവരും എന്തെങ്കിലും ഒരു പോയിന്റ് ചെയ്തു തുടങ്ങുക. അതാണ് ഞാൻ ആ ഇത് റീലും കൊണ്ട് ഉദ്ദേശിച്ചത്. ഞാൻ എൻ്റെ നോർമൽ ലൈഫ്, യു ആർ ലിവിങ് മൈ ഡ്രീം ലൈഫ്, അപ്പോഴും ഞാൻ കമന്റിൽ റിപ്ലൈ കൊടുക്കുന്നത് നമുക്ക് ഒരുമിച്ച് ഡ്രീം ചെയ്യാം, വിൽ ഡു ലൈക്ക്, അങ്ങനെ ചെയ്യുന്നതാണ് അതിൻ്റെ രസം. വെറുതെ ഇപ്പം അപ്പോഴും എന്നെ കണ്ടിട്ട് ബ്രോ യു ആർ ലിവിങ് മൈ ഡ്രീം ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓക്കെയാണ്. ഐ എം വെരി ഹാപ്പി ദാറ്റ്സ് യുവർ ഡ്രീം ലൈഫ്. എൻ്റെ ലൈഫാണ് നിങ്ങളുടേത്, എനിക്ക് ഇനിയും ഉയരാൻ ആഗ്രഹം. എൻ്റെ ഒരു കോൺസെപ്റ്റിൽ ഐ എം നോവെയർ, എനിക്ക് ഒരുപാട് മേലോട്ട് പോകാനുണ്ട്. അപ്പോൾ അവരുടെ കോൺസെപ്റ്റിൽ അവരുടെ ഡ്രീം ലൈഫ് ഇതാണെങ്കിൽ ഇത് ഈസിയാണ്, വി ക്യാൻ ഡു ഇറ്റ്. ഇപ്പം എനിക്ക് കുറച്ച് സമയം എടുത്തിട്ടുള്ളൂ, ആ കുറച്ച് സമയം നമ്മളൊന്ന് സാക്രിഫൈസ് ചെയ്തു, ഒരു 8 കൊല്ലം. അപ്പോൾ അത് കഴിഞ്ഞാൽ എല്ലാം കാമാ. ഇപ്പം ചെയ്താൽ ഇനിയും സമയമുണ്ട്, ആർക്കും വൈകിട്ടില്ലല്ലോ. നമ്മുടെ ഓരോ ആൾക്കാരൊക്കെ അവസാന സമയം വരെ വർക്ക് ചെയ്യുന്ന ആൾക്കാരല്ലേ. ഇപ്പം ചെയ്താൽ നല്ലതായിരിക്കും. അതെ, ആ ഒരു